ഈ ഒരു സൈറ്റ് ലോഡായി വരുന്നതാണ്. ഈ കാണുന്നതാണ് PHPയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഓരോ വേർഷൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന 7.2 ആണ്. ഇതിൽ ഡോക്യുമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓരോ സംഭവങ്ങൾ സെർച്ച് ചെയ്യാം, ഡൗട്ടുള്ള ഫങ്ഷൻസോ. അപ്പോൾ ഞാനിവിടെ എഫ് ഓപ്പൺ എന്ന് പറയുന്ന ഒരു കീവേഡ് സെർച്ച് ചെയ്തു. എഫ് ഓപ്പൺ എന്ന് പറയുന്നത് ഒരു ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഫങ്ഷനാണ്. നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമുക്ക് എന്ത് ഡൗട്ട് വന്നാലും ഏതെങ്കിലും ഒരു സംഭവം റെഫർ ചെയ്യണമെങ്കിലും ഇവിടെ വന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. ഇതിൽ ഓരോ പാരാമീറ്ററും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതും താഴെ ഓരോ യൂസേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇത് കൂടാതെ നമ്മൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ് stackoverflow.com. stackoverflow.com എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സൈറ്റാണ്. പ്രോഗ്രാമേഴ്സിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വെബ്സൈറ്റാണ്. ഇവിടെ നിങ്ങൾ വന്നിട്ട് അക്കൗണ്ട് യൂസ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇവിടെ ടാഗ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കാറ്റഗറിയിലും ഉള്ള ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഇവിടെ PHP സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. 1.2 മില്യൺ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണിത്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ വരുവാണെങ്കിൽ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓൾറെഡി പല കോമൺ എററുകളൊക്കെ ഇതിനകത്ത് ഓൾറെഡി ആൻസേർഡ് ആണ്. നമുക്കത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനെ പറ്റിയിട്ടുള്ള അവരുടെ ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. ഈ ടൂർ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഈ സൈറ്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു PHP ഒരു ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജാണ്. അപ്പോൾ നമുക്കത് എന്താണ് വ്യത്യാസം, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഇത് എന്ന് പറയുന്നത് ഒരു C പ്രോഗ്രാമിൻ്റെ എക്സാമ്പിളാണ്. hello.c. ഈ C പ്രോഗ്രാം നമ്മൾ കമ്പൈലർ യൂസ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്യുമ്പോൾ മെഷീൻ കോഡ് എന്ന് പറയുന്ന ഒരു സംഭവം ജനറേറ്റ് ആവും. ഇത് ബൈനറിയാണ്. അതിൻ്റെ കണ്ടൻസ് എന്ന് പറയുന്നത് 1സും 0സും മാത്രമായിരിക്കും. ഈ ബൈനറി ആയിട്ട് ജനറേറ്റ് ആയ പ്രോഗ്രാമാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നമ്മൾ ഔട്ട്പുട്ട് കാണുന്നത്. നമ്മൾ ഒറിജിനലി എഴുതിയ കോഡ് എന്ന് പറയുന്നത് ഈ C ഫയലായിരിക്കും. പക്ഷേ നമ്മളിവിടെ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇത് പൈത്തൺ ഫയലാണ്. പക്ഷേ PHPയും ഇതുപോലെ തന്നെ സിമിലറാണ്. hello.php എന്ന് പറയുന്ന ഫയലാണെങ്കിൽ PHPയുടെ ഇൻ്റർപ്രറ്ററായിരിക്കും ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് നമുക്ക് റിസൾട്ട് കാണിച്ചു തരുന്നത്. ഇതിൽ പ്രധാന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പൈലേഷൻ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് നമുക്കിവിടെ ഇല്ല. കുറച്ചും കൂടി സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത ഫയൽ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ബ്രൗസറിൽ അപ്പോൾ തന്നെ കാണാൻ പറ്റുന്നതാണ്. അതാണ് ബേസിക്കലി കമ്പൈൽഡ് ലാംഗ്വേജും ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജും തമ്മിലുള്ള വ്യത്യാസം.